കേരളത്തിന്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടി ഇന്നലെ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൌഹാനും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥ സംഘവുമായിട്ടുള്ള കൂടിയാലോചന ഇന്നലെ നടക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേരളത്തെ സംബന്ധിച്ച് നെല്ല് ഏറ്റവും പ്രധാനമാണ്. അതിൽ നെല്ലുമായി ബന്ധപ്പെട്ടതായ ധനപരിധി 10% നിലവിലുണ്ടായിരുന്നത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യവും കേരളത്തിന്റെ എക്കോളജിയെ നിലനിർത്തുന്നതിൽ നെൽപ്പാടങ്ങളും നെൽകൃഷിയും വഹിക്കുന്ന പങ്ക് തുടങ്ങിയ വിവിധ കാര്യങ്ങൾ മന്ത്രിയെയും ഉദ്യോഗസ്ഥ സംഘത്തെയും ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് ആ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ഇളവ് നൽകാൻ സമ്മതിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കേന്ദ്ര സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച പ്രഗതി പദ്ധതിയാണ്. ഈ പ്രഗതി പദ്ധതിയിൽ സാങ്കേതികവിദ്യ, വിപണനം, മൂല്യവർദ്ധിത സൌകര്യം, സംരംഭകത്വം, കാർഷിക മേഖലയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തി ആയിരക്കണക്കിന് സംരംഭകരെ വളർത്തിയെടുക്കാനുള്ള അതിപ്രധാനമായിട്ടുള്ള പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല. പ്രഗതി പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തണം എന്ന് ഇന്നലത്തെ ചർച്ചയിൽ ആവശ്യപ്പെടുകയും കേരളത്തെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തു. അത് കേരളത്തിലെ നൂറുകണക്കിന് കാർഷിക മേഖലയിലെ സംരംഭകർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് പദ്ധതി. ആ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ മൈക്രോ ഇറിഗേഷൻ ഉള്ള സ്റ്റേറ്റിന്റെ പട്ടികയിലാണ് നിലവിൽ കേരളം ഉണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. സ്ഥിതിവിവരക്കണക്കുകൾ കേരളം കുറവുള്ളതായ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം ഉള്ളതായ സംസ്ഥാനമാണ്. അതുകൊണ്ട് കാറ്റഗറി മാറ്റണം എന്നുള്ള കേരളത്തിന്റെ ഡിമാൻഡ് മുമ്പിൽ വെച്ചു. മാറ്റാം എന്ന് കേന്ദ്ര സർക്കാർ സമ്മതിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃഷിക്കുള്ളതായിരിക്കുന്ന ജലസേചനം ഉൾപ്പെടെ, മൈക്രോ ഇറിഗേഷൻ സംവിധാനം ഉൾപ്പെടെ, ഡ്രിപ്പ് ഇറിഗേഷൻ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ കൂടുതൽ പദ്ധതികളും സഹായവും കേരളത്തിന് ലഭ്യമാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരിന്റെ അഗ്രിസ്റ്റാക്ക് ഡാറ്റാബേസാണ്. അതിൽ 25 ലക്ഷം കർഷകർ അതിൽ അംഗങ്ങളായിട്ടുണ്ട്. എന്നാൽ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഡാറ്റാബേസ് കതിർ പദ്ധതിയാണ്. കതിർ ആ കതിറിൽ 12.8 ലക്ഷം കർഷകരാണ് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് കർഷകർ അവരുടെ കാർഷിക വിളകൾ, ഭൂവിസ്തൃതി, അവരുടെ കാർഷിക പ്രവർത്തനം, വിപണനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഈ രണ്ട് ഡാറ്റാബേസുകൾ തമ്മിലുള്ളതായ അന്തരം അത് ടെക്നിക്കലി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ദീർഘകാലമായിട്ടുള്ള കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള കേരളത്തിന്റെ ഡിമാൻഡാണ് സെൻട്രൽ കതിർ ഡാറ്റാബേസിലേക്ക് കേരളത്തിന്റെ കതിർ ആപ്പിനും കേരളത്തിനും ആക്സസ് വേണം എന്നുള്ളത്. അത് ഇന്നലെ തത്വത്തിൽ സമ്മതിച്ചു. കേരളത്തിന് സെൻട്രൽ ഡാറ്റാബേസിലേക്കുള്ള ആക്സസ് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇത്
കേരളത്തിലെ കൃഷി വകുപ്പിന്റെ പ്രവർത്തനത്തിന് കൂടുതൽ ഊർജം പകരുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറെ വർഷങ്ങളായി പെൻഡിങ് നിൽക്കുന്നതായ വിവിധങ്ങളായ മേഖലകളിലുള്ള പണം സംബന്ധിച്ച കാര്യങ്ങളാണ്. PM കിസാൻ പദ്ധതിയിൽ 12.14 കോടി രൂപ 2021-22 വർഷം മുതൽ പെൻഡിംഗായി നിൽക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിൽ പെൻഡിംഗായി നിൽക്കുന്ന പണം മുഴുവൻ ലഭ്യമാക്കണം എന്നുള്ള ആവശ്യമുന്നയിച്ചു. അത് നൽകാനുള്ളതായ നടപടി സ്വീകരിക്കാം എന്നുള്ളത് പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റബ്ബർ ഷീറ്റുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റബ്ബർ റോളറുകൾ. നിലവിൽ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ എന്ന സ്മാം പദ്ധതി, ആ സ്മാം പദ്ധതിയിലൂടെ ഈ റബ്ബർ റോളറുകൾ വാങ്ങാൻ പറ്റില്ലായിരുന്നു. നിലവിൽ സ്മാം പദ്ധതി പ്രകാരം 149 കോടി രൂപയ്ക്കാണ് നമ്മൾ ഉപകരണങ്ങൾ വാങ്ങി നൽകുന്നത്. അപ്പോൾ സ്മാം പദ്ധതിയിൽ റബ്ബർ റോളറുകളെ ഉൾപ്പെടുത്തണം എന്നുള്ള ഡിമാൻഡ് മുമ്പിൽ വെച്ചു. അത് ആക്സെപ്റ്റ് ചെയ്തു. അതിന്റെ ഫലമായി റബ്ബർ മേഖലയ്ക്ക് അത് കൂടുതൽ കരുത്താവുകയും അടുത്ത വർഷം കൂടുതൽ തുക ലഭ്യമാക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. മറ്റൊന്ന്, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ പദ്ധതിയുടെ ഭാഗമായി അഡ്വാൻസായി ചെലവഴിച്ചതായിരിക്കുന്ന തുക 16.47 കോടി രൂപ അതുൾപ്പെടെ ലഭ്യമാക്കണം എന്നുള്ള ഡിമാൻഡായിരുന്നു. അതും പരിഗണിക്കാം എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്.